السلام عليكم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് നിങ്ങളോടെന്നപോലെ തന്നെ ഞാൻ ആദ്യമായി ഉപദേശിക്കും. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചില പ്രത്യേക അനുഗ്രഹങ്ങൾ കനിഞ്ഞരുളിയിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിയെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ തന്നെ മലക്കുകൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറഞ്ഞത്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഈ ഭൂമി ലോകത്തേക്ക് ഒരു ഖലീഫയെ ഞാൻ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. ആ ഒരു പരിചയപ്പെടുത്തലിലൂടെ തന്നെ മനുഷ്യരായ നമ്മുടെ പ്രത്യേകത അവിടെ വിളിച്ചോതുന്നുണ്ട്. മനുഷ്യരല്ലാത്ത സൃഷ്ടിജാലങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ തന്നെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, കടലിൽ ജീവിക്കുന്ന, ആകാശത്ത് പറന്നു കളിച്ചുകൊണ്ടിരിക്കുന്ന പറവകളും ജന്തുക്കളും ജീവജാലങ്ങളും മത്സ്യങ്ങളും എല്ലാം തന്നെ എല്ലാവരും ഒരു ഉമ്മത്തുകളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഭൂമിയിലുള്ള ഏതൊരു ദാബത്താവട്ടെ, ഏതൊരു ജീവജാലമാവട്ടെ, ജന്തുക്കളാവട്ടെ, വലാ ത്വാഇരിൻ യതീറു ബിജനാഹിഹി, അല്ലെങ്കിൽ ചിറകുകൾ അടിച്ചുകൊണ്ട് പറന്നു കളിക്കുന്ന പറവകളാവട്ടെ, എല്ലാം തന്നെ ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള ഉമ്മത്തുകൾ മാത്രമാണ്, ഒരു സമൂഹം മാത്രമാണ്. ഇവിടെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരായി മനുഷ്യനെ അല്ലാഹു തആല പ്രത്യേകമാക്കിയിരിക്കുക. മനുഷ്യന് പ്രത്യേകമായിട്ടുള്ള ചില യോഗ്യതകളും കഴിവുകളും കൊടുത്തിരിക്കുക. അതിന്റെ പേരിലാണ് അള്ളാഹു മനുഷ്യനെ ഖലീഫ എന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പ്രാതിനിധ്യം മനുഷ്യനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിരിക്കുന്ന റിസോഴ്സുകൾ അത് വേണ്ട വിധം ഉപയോഗിച്ചുകൊണ്ട് ഈ തലമുറകളായി ഈ ഭൂമിയെ നിലനിർത്തിക്കൊണ്ടുവരേണ്ട ഒരു വർഗമായിട്ടാണ് മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്.
അതിനായിട്ടാണ് മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു മനുഷ്യനെ അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിവുകളും ഈ യോഗ്യതകളും ഇത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഉത്തരവാദിത്വം. ഇസ്ലാം അതിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ അത് കേവലം ഒരു പരലോക മതമായിട്ടാണ് പലരും അതിനെ പരിചയപ്പെടുത്താറുള്ളത്. തീർച്ചയായിട്ടും പരലോകത്തിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനവും മാനവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇഹലോകത്തുള്ള ഈ ജീവിതം, ഇഹലോകത്തുള്ള ഈ സൗകര്യങ്ങൾ, അള്ളാഹു ചെയ്തു വെച്ച സൗകര്യങ്ങൾ, അതും നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് വേണ്ട വിധം അറിഞ്ഞ് അത് പുരോഗതിക്ക് വേണ്ടി അത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പാഠം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു തത്വം തന്നെയാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തൻസ നസീബക മിന ദുനിയ. നിങ്ങൾ ഒരിക്കലും ഇഹലോകത്തുള്ള ദുനിയാവിന്റെ നസീബ് അത് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലയോ നാഥ, ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ, അതുപോലെ പരലോകത്തും ഹസനത്ത് നൽകണമേ. ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്ന പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അള്ളാഹു എൻ്റെ ദീനിനെ നന്നാക്കി തരണമേ, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അതിലാണ് നിലകൊള്ളുന്നത്. വസ്ലഹ് ലി ദുനിയായ അല്ലദീ ഫീഹാ മആശി. അപ്രകാരം തന്നെ എൻ്റെ ഐഹിക ജീവിതത്തെയും എൻ്റെ ദുനിയാവിനെയും നീ എനിക്ക് നന്നാക്കി തരണമേ, കാരണം അതിലാണ് എൻ്റെ മഈശത്തുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ദുനിയാവിനെ മറന്നുകൊണ്ട് ഒരു സന്യാസ ജീവിതം ജീവിക്കാൻ ഒരിക്കലും തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മലക്കുകൾക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ടാണ്, ഖലീഫയാണ്. ഭൂമിയിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ഉന്നതി, ഈ പുരോഗതി, അത് കൈവരിക്കാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അത് ഞാൻ കേവലം ഇസ്ലാമികമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്. മറിച്ച് ഈ വിഷയത്തിൽ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ അവർ മുന്നോട്ട് വെച്ച തത്വങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു വ്യക്തിത്വ വികസനം അല്ലെങ്കിൽ വികാസം, അതെങ്ങനെ ഒരു മനുഷ്യനെ പരിപോഷിച്ചെടുക്കാൻ സാധിക്കും, അതിനെന്തെല്ലാം ഗുണങ്ങൾ ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിലവർ പറയുന്നത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ ശക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. യൂറോപ്യൻ ചിന്തകന്മാര് അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും മറ്റൊക്കെ ഇക്കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർ സംസാരിക്കുന്നത്. അവർ പറയുന്നത് ഒരു മനുഷ്യൻ ഇവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആളായി മാറണമെങ്കിൽ, ഒരു വിജയിയായി തീരണമെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില ക്വാളിറ്റികളുണ്ട്. അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇക്കാര്യം യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന 5 കാര്യങ്ങളും നമ്മൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ ഏറെ ശക്തമായിട്ട് ഇക്കാര്യങ്ങൾ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ അതിൽ ഒന്നാമതായിട്ട് അവർ പറയുന്നത്, ഒരു മനുഷ്യൻ സോഷ്യബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിയായിരിക്കണം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അവൻ ഏതൊരു മേഖലയിലുള്ള വ്യക്തിയാവട്ടെ, അവന്റെ മേഖലയിൽ അവന് വിജയിക്കണമെങ്കിൽ അവന്റെ വ്യക്തിത്വ വികാസനത്തിന് ആവശ്യമായ അടിസ്ഥാനപരമായ ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമാണ് അവന് സാമൂഹ്യ ജീവിയായിരിക്കുന്നത്.
ഇനി ഈ ഒരു വിഷയം അതിനെ സംബന്ധിച്ച് ഇസ്ലാം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മുസ്ലിം അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇബ്നു മാജയുടെ ഹദീസിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അൻ-നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനല്ലദീ ലാ യുഖാലിതു അൻ-നാസ വലാ യസ്ബിറു അലാ അദാഹും. ഒരു സത്യവിശ്വാസി അയാൾ ജനങ്ങളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നു, അങ്ങനെ വയസ്ബിറു അലാ അദാഹും അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സഹിച്ചുകൊണ്ട്, സഹനം ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിയാണ് ഉത്തമനായിട്ടുള്ളവൻ. ഖൈറും മിനല്ലദീ ലാ യുഖാലിതു അൻ-നാസ് ഫലാ യസ്ബിറു അലാ അദാഹും. ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് പോയിരുന്ന് ഇബാദത്തെടുത്ത് പള്ളിയുടെ മൂലയിൽ ഇരുന്ന് ഖുർആൻ ഓതിയിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരനായിട്ടുള്ളവൻ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങളിൽ ആളായി അതിനുവേണ്ടി പരിഹാരം കാണാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുണ്ടല്ലോ, അയാളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമനായിട്ടുള്ളവൻ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ തിർമിദിയുടെ സുനനിൽ കാണാൻ സാധിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും. നിങ്ങളിലെ നല്ലവരെയും നീചരെയും ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖൈറുക്കും മൻ യുർജ ഖൈറുഹു വയുഅ്മനു ശർറുഹു. നിങ്ങളിലെ നല്ലവരായിട്ടുള്ള ആളുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് നന്മ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആളുകളാണ്. വയുഅ്മനു ശർറുഹു, അയാളുടെ ഉപദ്രവത്തെ തൊട്ട് നിർഭയത്വവും സുരക്ഷിതത്വം ലഭിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ആളുകളൊക്കെ പ്രശ്നത്തിലാണ്, അപ്പൊ ഇന്ന ആളുടെ അടുത്ത് പോയിക്കോ, എനിക്കൊരു പരിഹാരം കിട്ടും എന്നൊരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനുഷ്യനാണെന്നാണ് റസൂൽ പറയുന്നത്. വയുഅ്മനു ശർറുഹു, അയാളെ ആർക്കും ഭയപ്പെടേണ്ടതില്ല. അയാൾ ഒരിക്കലും തന്നെ ഒരു ഭീകരവാദിയല്ല. അയാളുടെ അടുത്ത് ആരും അയാളുടെ അടുത്ത് ആൾക്ക് നിർഭയത്വം ലഭിക്കുന്നുണ്ട്, സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ട്. അത് നല്ല ആളുകളുടെ ഗുണത്തിൽപ്പെട്ടതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഷർറുക്കും അല്ലാ യർജ ഖൈറുഹു, നീചന്മാരായിട്ടുള്ള ആളുകൾ അവരിൽ നിന്ന് നന്മ ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത ആളുകളാണ്. അതുപോലെ തന്നെ ലാ യുഅ്മനു ശർറുഹു, അയാളുടെ ഉപദ്രവത്തെ തൊട്ട് ജനങ്ങൾക്ക് നിർഭയത്വമില്ല. ആളുകൾ എപ്പോഴും അയാളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അത് യഥാർത്ഥത്തിൽ നീചന്മാരുടെ അടയാളമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്രകാരം സഹീഹുൽ ജാമിയിൽ ജാബിറിനെ തൊട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഖൈറുൻ നാസി അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകൾ ആരാണോ അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ. സഹീഹുൽ ജാമിയിൽ തന്നെ ശേഷം വരുന്ന 6662 ഹദീസിൽ ജാബിറിനെ തൊട്ട് തന്നെ ഉദ്ധരിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുഅ്മിനു യഅലഫു വയുഅലഫ്. ഒരു സത്യവിശ്വാസി അയാളുടെ അടയാളമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഅലഫു വയുഅലഫ്, അവൻ ഇണങ്ങുന്നവനാണ്, ഇണക്കപ്പെടുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്, ഇണങ്ങാത്തവനും ഇണക്കപ്പെടാത്തവരിലും ഖൈറില്ല, നന്മയില്ല. ഇണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ട് പോയിട്ട് ആളുകളായിട്ട് പരിചയപ്പെടുക. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ കാണുമ്പോൾ അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടുക, സലാം പറയുക, അതാണ് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ. അതാണ് യഅലഫു എന്ന് പറഞ്ഞാൽ. യുഅലഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പരിചയപ്പെടാൻ വേണ്ടി വന്നാൽ അത് പ്രസന്നതയോട് കൂടി വരവേൽക്കുക എന്നുള്ളത്. മുഖം കറുപ്പിക്കാതെ, മുഖം തിരിക്കാതെ പ്രസന്നതയോടുകൂടി അതിനെ സ്വീകരിക്കുക, അതാണ് യുഅലഫ്. ഈ രണ്ട് ഗുണങ്ങളുള്ള ആളുകളുണ്ടല്ലോ അവരാണ് ഉത്തമരായിട്ടുള്ള ആളുകൾ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അൽ മുഅ്മിനു, അതാണ് യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളമായിട്ട് പറയുകയാണ്, യഅലഫു വയുഅലഫ്. ലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്, ഇണങ്ങുകയോ ഇണക്കപ്പെടുകയോ ചെയ്യാത്ത ആളുകൾക്ക് അവരിൽ നന്മയില്ല എന്നവർ പറയും.
ഇത് സത്യവിശ്വാസത്തിന്റെ അടയാളമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇത് കേവലം പറച്ചിൽ മാത്രമല്ല, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ അങ്ങനെയായിരുന്നു. സഹാബാക്കൾ പറയുന്നു, അവിടുന്ന് കസീറത്ത് ബസ്സും, അവിടുത്തെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടാണ് ആളുകളെ സമീപിച്ചിരുന്നത്. അവിടുന്ന് പറഞ്ഞു, തബസ്സുമുക ഫി വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് പോലും അത് ധർമ്മമാണ്, ദാനമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, നന്മ അതിനെ ഒരിക്കലും നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഏതൊരു നന്മയായിക്കൊള്ളട്ടെ അതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ. എന്നിട്ട് അവിടുന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞത്, വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്, നിന്റെ സഹോദരനെ പ്രസന്നതയോടുകൂടി വരവേൽക്കുക എന്ന് പറയുന്ന കാര്യം പോലും നിങ്ങൾ നിസ്സാരമായി കാണരുത് എന്നോട് പഠിപ്പിക്കുന്നു. അപ്പൊ ഇത്രയ്ക്കും ഇസ്ലാം ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്ന കാര്യമാണിത്. എന്ത്? അവന് സോഷ്യബിൾ ആയിരിക്കണം, അവന് സാമൂഹ്യ ജീവിയായിരിക്കണം, ഇജ്തിമായി ആയിരിക്കണം. അതിൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ഇതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഇതാണ്, സുന്നത്ത് ഇതാണ്. അതുപോലെ തന്നെ അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അടുത്ത ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവന്റെ ഇടപാടുകൾ, ഡീലിങ്സ് എല്ലാം അത് സുതാര്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തത ഉണ്ടായിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നിഫാക്ക് കടന്നുകൂടാൻ പാടില്ല എന്നുള്ളത്, കാപ്പട്യം ഉണ്ടാവാൻ പാടില്ല. ഉള്ളിലുള്ളത് എന്താണോ അതായിരിക്കണം പുറത്ത് പറയേണ്ടത്. ഉള്ളിലൊന്ന് മറച്ചു വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് പറയുക, പലതും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുക, ഒരാളുകളോട് ഒരു വാക്ക് പറയുക, മറ്റാളോട് വേറൊരു വാക്ക് പറയുക, അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ പാശ്ചാത്യക്കാരും പറയുന്നത് അത് അവരുടെ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കളവ് അല്ലെങ്കിൽ ഒരു വഞ്ചന അത് കുറച്ചു കാലമൊക്കെ നടക്കും, മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അതിനൊരിക്കലും തന്നെ സ്ഥായിയായിട്ടുള്ള സ്വഭാവമല്ല, അത് പൊളിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ചുള്ള എല്ലാ ട്രസ്റ്റും എല്ലാ വിശ്വാസവും ആളുകൾക്ക് നഷ്ടപ്പെടും. കുറച്ചു കാലം എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ടായിരിക്കും, പിന്നെ അത് കംപ്ലീറ്റ് പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം, ജനങ്ങൾക്ക് നിങ്ങളുടെ മതിപ്പും ബഹുമാനവും നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ ഡീലിങ്സ് എപ്പോഴും ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അതിൽ സുതാര്യത ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം നിഫാക്ക് എന്ന് പറഞ്ഞാൽ, കാപട്യം എന്ന് പറഞ്ഞാൽ അതിനെ അതീവ ഗുരുതരമായിട്ടുള്ള പാപമായിട്ടാണ് കാണുന്നത്. കാപട്യത്തിന്റെ അടയാളമായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ കാര്യങ്ങൾ തന്നെ വായെടുത്താൽ കളവ് പറയുക എന്നുള്ളതും, അതുപോലെ തന്നെ വിശ്വാസവഞ്ചന ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ അമാനത്ത് മൂടി വെക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ തൊട്ട് ഉദ്ധരിക്കുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, തജിദു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് നാളെ ഏറ്റവും നീചന്മാരായിട്ടുള്ള, ഏറ്റവും മോശക്കാരായിട്ടുള്ള ആളുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൽ വജ്ഹൈൻ, രണ്ട് മുഖങ്ങളുള്ള ആളുകളാണ്. ഇവിടെ രണ്ട് മുഖങ്ങളുള്ള ആളുകൾ എന്താണെന്ന് റസൂൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ട് മുഖം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവിടുന്ന് പറഞ്ഞു, അല്ലദീ യഅതി ഹഉലാഇ ബിവജ്ഹിൻ വഹഉലാഇ ബിവജ്ഹ്, ഒരു കൂട്ടരോട് ഒരു മുഖത്തോടുകൂടി സംസാരിക്കുക, മറ്റൊരു കൂട്ടരോട് വേറൊരു മുഖത്തോടുകൂടി സംസാരിക്കുക. അല്ലെങ്കിൽ ഉള്ളിലുള്ളതായിരിക്കില്ല പുറത്ത് പറയും, ഉള്ളിലൊരു മുഖം പുറത്തേക്ക് വേറൊരു മുഖം. ഇങ്ങനെയുള്ള ആളുകളായിരിക്കും നാളെ പരലോകത്തെ ഏറ്റവും നീചന്മാരായിട്ട് അവിടെ വരപ്പെടുക എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഡീലിങ്സിലെല്ലാം തന്നെ സ്ഫുടത ഉണ്ടായിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം. വളച്ചുകെട്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. ചില ആളുകളുണ്ടല്ലോ, ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കറുള്ള വിഷ്ണു പറയും, ചില കാര്യങ്ങൾ ഇങ്ങനെ വളവള പറയും, പക്ഷെ കഴമ്പുള്ളതൊന്നും ഉണ്ടായിരിക്കില്ല. ഇതല്ല, പറയുന്ന കാര്യങ്ങൾ പ്രിസൈസ് ആയിട്ട് കൃത്യതയോടുകൂടി പറയുക. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽപ്പെട്ടതാണ്, ചര്യയിൽപ്പെട്ടതാണ്. നിങ്ങളുടെ ഹദീസുകളെല്ലാം പഠിച്ചു നോക്കൂ.
അതിന്റെ ആ ലാളിത്യം അല്ലെങ്കിൽ സ്ഫുടത നമുക്ക് കാണാൻ സാധിക്കും. വളരെ വ്യക്തമാണ്. ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളച്ചുകെട്ടില്ലാതെ ആ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തെളിമയാർന്നതാണ്. അതുപോലെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ സംസാരം. ഹദീസുകളുടെ സ്വഭാവം കണ്ടില്ല രീതിയിലാണ് പ്രവാചകൻ സ്വകാര്യത്തിൽ സംസാരിക്കുന്നത്. ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. ഒരിക്കലും തന്നെ കൃത്രിമത്വത്തോടു കൂടി ഒന്നും സംസാരിച്ചിരുന്നില്ല. ഒരാൾ വന്നിട്ട് റസൂലിനോട് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞിരുന്നോ? അവിടുന്ന് പറഞ്ഞാൽ ഇസ്ലാം തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത്ത വതുഅതി സക്കാത്ത് വതസൂമ റമദാൻ വതഹജ്ജുൽ ബൈത്ത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കണം, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് സാക്ഷ്യം വഹിക്കണം, നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം, അതുപോലെ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു നമ്മൾ സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളോട് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈ രീതിയിൽ പറയാൻ പറ്റില്ല പലരും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ നിഖില മേഖലകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സമഗ്ര ജീവിത വ്യവസ്ഥിതി, ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ അത് കേട്ട ആൾക്ക് പോലും എന്താന്ന് മനസ്സിലാവുന്നില്ല. അത് പദ്ധതിയാണെന്ന് മനസ്സിലായി, പക്ഷെ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്? അപ്പൊ ഈ ഒരു കൃത്രിമത്വം, അതിന് വേണമെങ്കിൽ തക്കല്ലുഫ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും, അതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ പ്രവാചകനെ വിശേഷിപ്പിച്ചത് വമാ അന മിനൽ മുതക്കല്ലിഫീൻ, എനിക്ക് തക്കല്ലുഫോട് കൂടി സംസാരിക്കാൻ അറിയില്ലട്ടോ എന്ന് പറയണമെന്നാണ് അള്ളാഹു പറയുന്നത് ആളുകളോട്. ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അറിയില്ല, വളരെ ലളിതമായി സരളമായ രീതിയിൽ സംസാരിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് ജനങ്ങളോട് പറയണം എന്ന് പ്രവാചകനോട് അള്ളാഹു പറയുകയാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് യാസീനിൽ നമുക്കറിയാവുന്ന ഒരു വചനമാണ്, വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് വമാ അല്ലംനാഹു ശിഅറ, അദ്ദേഹത്തിന് നാം ഒരിക്കലും തന്നെ കവിത പഠിപ്പിച്ചിട്ടില്ല. കാരണം എന്താ? കവി എന്ന് പറഞ്ഞാൽ, കവിത എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് തക്കല്ലുഫുണ്ട്, അതിൽ കുറച്ച് ഭാവനകൾ കടന്നു വരുന്നുണ്ട്. ഒരു കവിക്ക് ആ കവിതകളുടെ വാക്കുകൾ അതേ രീതിയിൽ വരണമെങ്കിൽ പല വാക്കുകളും ആ രീതിയിൽ ആക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനില്ലാത്ത കുറെ ഭാവനകൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഭാവനാപരമായിട്ടുള്ള സംസാരങ്ങൾ അതൊരിക്കലും തന്നെ പ്രവാചകനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരിക്കലും കവിത പറഞ്ഞിരുന്നില്ല. കവിത മോശമാണെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, പക്ഷെ അത് പ്രവാചകത്വത്തിനോട് യോജിച്ചതായിരുന്നില്ല. ഒമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു, അദ്ദേഹത്തിന് ചേർന്നതല്ല കവിത പറയുക എന്നുള്ളത്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലാളിത്യം, ഈ ഒരു സ്ഫുടത, ഈ ഒരു വ്യക്തത, അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളത്, കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയാന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായ ഒരു ഗുണമാണ്, ഒരു സ്വഭാവമാണ്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു തത്വമാണ്, അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സംസാരത്തിലുള്ള കൃത്യത, ആ സുതാര്യത, അത് പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ, ഞാൻ പറയുന്നത് ആരോടാവട്ടെ, ഇപ്പൊ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് കസ്റ്റമേഴ്സിനായിട്ടുള്ള ഇടപാടിൽ, അതല്ലെങ്കിൽ ഒരു മുതലാളി തൊഴിലാളി തമ്മിലുള്ള ഇടപാടിൽ, അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ഇടപാടുകളിൽ, ഇതിലൊക്കെ ഈ സുതാര്യത കൈവരിക്കണം. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പലപ്പോഴും ഇവിടെ കടന്നു വരുന്നത് ഒരു രഹസ്യ സ്വഭാവമാണ്. ആ രഹസ്യ സ്വഭാവം ഒരിക്കലും തന്നെ ഈ വിഷയങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അത് പലപ്പോഴും വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം, ആ വിജയം നിലകൊള്ളുന്നത് ഈ സുതാര്യതയിലാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം ആത്മനിയന്ത്രണമാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ വികാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണങ്ങളിൽ ഒന്നാണ് ആത്മനിയന്ത്രണം. സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനവർ പറയുന്നത് പ്രത്യേകമായിട്ട് 2 തരം വികാരങ്ങളിലാണ് ആത്മനിയന്ത്രണം കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
ഒന്ന് സന്തോഷത്തിന്റെ സമയത്ത്, മറ്റൊന്ന് സന്താപത്തിന്റെ സമയത്ത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനില് മാറി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് അവസ്ഥകളാണ്. നമുക്ക് സന്തോഷത്തിന്റെ അവസരങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും അവസരങ്ങൾ ഉണ്ടാകും. ഈ അവസ്ഥകളില് നമ്മെ സ്വയം കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കണം. ഒരിക്കൽ തന്നെ വൈകാരികമായിട്ട് പ്രതികരിക്കാൻ പാടില്ല. സന്തോഷങ്ങൾ ഉണ്ടാകുന്നത് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ അഹങ്കരിക്കാനോ അതിര് കവിയാനോ ആഹ്ലാദിക്കാനോ നിഗളിക്കാനോ പാടില്ല. അതുപോലെ തന്നെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് കോട്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ സംഭവിക്കുന്ന സമയത്താണ് ദുഃഖമുണ്ടാവുന്നത് അല്ലെങ്കിൽ സങ്കടമുണ്ടാവുന്നത്. ഈ സന്ദർഭത്തിലും വൈകാരികമായിട്ട് പ്രതികരിക്കാൻ പാടില്ല. ഒരിക്കലും തന്നെ അവനെ ജീവിത നൈരാശ്യത്തിലേക്കോ അതല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ കൊണ്ടുചെന്നെത്തിക്കാൻ പാടില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അടിസ്ഥാന ക്വാളിറ്റിയിൽപ്പെട്ട ഒന്നാണ്. ഇതും ഇസ്ലാം പറയുന്നത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. ഇവിടെ നടക്കുന്ന ഏതൊരു മുസീബത്തും, മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഏതൊരു ആപത്തും ഏതൊരു വിപത്തും, ഫിൽ അർളി വലാ ഫി അൻഫുസികും, അത് നിങ്ങളുടെ ഈ ഭൂമിയിൽ നടക്കുന്ന ആപത്താവട്ടെ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലുണ്ടാവുന്ന വിപത്തുകളാവട്ടെ, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെ അത് സംഭവിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൃത്യമായിട്ടുള്ള അറിവോട് കൂടിയാണ് ഇവിടെ നടക്കുന്ന സകലതും സംഭവിക്കുന്നത് എന്ന ഖദാ ഖദറിലുള്ള വിശ്വാസം. അത് ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പൊ നാം എല്ലാവരും സത്യവിശ്വാസികളാവണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് ആറാമത്തെ കാര്യമായിട്ട് പറയുന്നത്, അൻതുമിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിൻ അല്ലാഹി തആല. ഖദറിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഒരു പ്ലാൻ അനുസരിച്ചാണ്, പദ്ധതി അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന ഖദറിലുള്ള വിശ്വാസം. ഖൈറും ഷെറും നടക്കുന്നത് അള്ളാഹുവിന്റെ അറിവനുസരിച്ചാണ് എന്നുള്ള വിശ്വാസം. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സമാധാനം നൽകുന്നതാണ്. അള്ളാഹു ആയത്തിന്റെ അവസാനം പറയുകയാണ്, ഇന്ന ദാലിക അലല്ലാഹി യസീർ. എന്നിട്ട് അള്ളാഹു പറയുന്നത്, ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. എന്തിനാണ് നിങ്ങൾ ഈ ഖദാ ഖദറിൽ വിശ്വസിക്കുന്നത്? ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ അമിതമായി ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് എന്തോന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലാ തഫറഹു ബിമാ ആതാകും, അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ നിഗളിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമിതമായി ആഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കാൻ. അതും വൈകാരികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് അവിടെയും പടച്ച തമ്പുരാനെയാണ് ശുക്ർ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ആത്മനിയന്ത്രണം, അത് ഒരു മനുഷ്യന്റെ ഐഹിക ജീവിതത്തിലെ ഡെവലപ്മെന്റ്, ഇവിടുത്തെ പുരോഗതിയുടെ അടിസ്ഥാന ഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് ഹദീസിൽ, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ കാര്യങ്ങളെല്ലാം തന്നെ അവൻ നന്മയാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു സത്യവിശ്വാസിക്കല്ലാതെ അക്കാര്യം നേടിയെടുക്കാൻ സാധ്യമല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എന്താണ്? ഇൻ അസ്വാബത്ഹു സർവാഅ ശക്കർ, അവനൊരു നന്മയാണ് ഭവിക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, ശുക്ർ പറയുന്നു. ഫകാന ഖൈറൻ ലഹു, അത് അവൻ നന്മയായി ഭവിക്കുന്നു. വൈൻ അസ്വാബത്ഹു ദർറ, ഇനി അവനൊരു ആപത്താണ് സംഭവിക്കുന്നത്, ഒരു വിപത്താണ് സംഭവിക്കുന്നതെങ്കിലോ സ്വബറ, അവൻ ക്ഷമിക്കുന്നു. ഫകാന ഖൈറൻ ലഹു, അതും അവൻ നന്മയായി ഭവിക്കുന്നു. അപ്പൊ ഈ രണ്ട് സന്ദർഭങ്ങളിലും, ഈ രണ്ട് അവസ്ഥകളിലും, അവന് സർറാ സംഭവിക്കട്ടെ ദർറാ സംഭവിക്കട്ടെ, സന്തോഷത്തിന്റെ അവസ്ഥകൾ ഉണ്ടാവട്ടെ അതല്ലെങ്കിൽ പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അവസ്ഥകൾ ഉണ്ടാവട്ടെ, ഈ രണ്ട് സന്ദർഭങ്ങളിലും അവനിലുണ്ടാകുന്ന വികാരം ശുക്റും സ്വബറുമായിരിക്കും. ഈ ശുക്ർ സ്വബർ എന്ന് പറയുന്ന രണ്ടൊന്ന്, നന്മ ലഭിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സഹനം പാലിക്കുക എന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ള, സ്വബർ പാലിക്കുക എന്നുള്ളതും ഒരു സത്യവിശ്വാസികളുടെ അടയാളത്തിൽപ്പെട്ടത്.
അതിലേതാണ് മുന്തിയത് എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ അക്കാര്യം നിർത്തിവെച്ചത്. മൂപ്പര് ചർച്ചയ്ക്ക് തുടക്കട്ടതാണ്. അതായത് അൽ ഗനിയു ഷാക്കിർ ഖൈറുൻ അം അൽ ഫഖീറു സാബിർ. മൂപ്പരന്റെ മസ്അലയ്ക്ക് തീർക്കാൻ കുറിച്ച്, അതായത് സമ്പന്നനായിട്ടുള്ള ഒരു ധനികനായിട്ടുള്ള ഒരു നന്ദി പ്രകടിപ്പിക്കുന്ന ദാസനാണോ, അതല്ല ക്ഷമ പാലിക്കുന്ന ഒരു ദരിദ്രനായിട്ടുള്ള അള്ളാഹുവിന്റെ ദാസനാണോ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ എന്ന് മൂപ്പര് മസ്അലയിട്ടതാണ്. എന്നിട്ട് മൂപ്പര് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകളും ആയത്തുകളും ഒക്കെ എടുത്തുദ്ധരിച്ചപ്പോ എന്താണ് അവസാനം അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്, എനിക്കിതിലൊരു നിഗമനത്തിൽ എത്താൻ സാധിക്കുന്നില്ല എന്ന രീതിയിലാണ്. രണ്ടിനും അത്രത്തോളം ഹദീസുകളും ആയത്തുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ പാലിക്കുക എന്നുള്ളതും, സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും ഉണ്ടാകുമ്പോൾ അതില് ശുക്ർ പാലിക്കുക, അള്ളാഹുവിനോട് ശുക്ർ നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതും അത് സത്യവിശ്വാസത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അവസാനമായി അവതരിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മക്ക ഫത്ഹിന് ശേഷം അവതരിച്ചതാണ്. ഒരു സൂറത്ത് കംപ്ലീറ്റ് ആയിട്ട് അവതരിച്ച ആയത്തുകളെല്ലാം ശേഷം ചില ആയത്തുകൾ വന്നിട്ടുണ്ട്. ഒരു സൂറത്ത് മുഴുവനായിട്ട് അവതരിച്ച അവസാനത്തെ സൂറത്ത്, അതിന്റെ പേരാണ് സൂറത്തുൻ നസ്ർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്, ചെറിയ സൂറത്ത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇതിൽ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ പഠിപ്പിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ നസ്റും സഹായവും അതുപോലെ തന്നെ വിജയമൊക്കെ എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് കിട്ടിയത് എപ്പോഴാണ്? മക്ക ഫത്ഹിന് ശേഷമാണ്. സ്വന്തം മക്കയിലായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ പ്രയാസത്തോട് കൂടിയിട്ടാണ് ദഅവത്ത് നടത്തിയിരുന്നത്. വളരെ ഒളിച്ചും പാത്തും പതുങ്ങിയും രഹസ്യത്തിലൂടെ ദഅവത്ത് നടത്തിയിരുന്നു, ശത്രുക്കളെ ഭയന്നുകൊണ്ട്. പിന്നീട് ആ അവസ്ഥക്ക് മാറ്റം വന്നു. മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയി. അവിടെ അള്ളാഹു വളരെ വിജയം പ്രവാചകന് കൊടുത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹാക്കി, മക്ക കീഴടക്കി. അതിനുശേഷം മദീനയിലേക്ക് തിരിഞ്ഞു പോയപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവ മുന്നുണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പൊ മാറി. ഇപ്പൊ ആളുകൾ കൂട്ടം അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ അള്ളാഹുവിന്റെ മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാണ്, ഈ വിജയം നീ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കണം ഇത് ആഘോഷിക്കേണ്ടത്. ഇതൊരു വലിയ വിജയമാണ്, വലിയൊരു നേട്ടമാണ്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട്, തസ്ബീഹ് പറഞ്ഞുകൊണ്ട്, തഹ്മീദ് പറഞ്ഞുകൊണ്ട്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഈ വിജയത്തെ ആഘോഷിക്കാൻ. എന്നിട്ട് എന്താ പറയുന്നത്? വസ്തഗ്ഫിറുഹു. വെറും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ മാത്രം പറഞ്ഞാൽ പോരാ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂടെ പറയണം. ഇവിടെ മഹാന്മാർ മുഫസ്സിറുകൾ വലിയ ചർച്ച നടത്തുന്നുണ്ട്. എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയുന്നത്? അള്ളാഹുവിനോട് പാപമോചനം നടത്താനാണ് പറയുന്നത്. ഇത്രയും കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ട് ദഅവത്ത് നടത്തിയിട്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ? പാപമോചനം ചെയ്യാനാണ് പറയുന്നത്. കാരണം അത്രമാത്രം മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിൽ നിന്റെ മനസ്സിൽ ഒരു ചെറിയ ഒരു ഹുങ്കിന്റെ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ ഒരു കണികയെങ്കിലും വന്നു പോകരുത്. ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയല്ലോ, ഇത്ര ആളുകളുടെ എന്റെ പിന്നിൽ വന്നല്ലോ, ഇങ്ങനെ ഒരു ചിന്ത കടന്നുകൂടരുത്. അതുപോലും പാപമാണെന്നാണ് പറയുന്നത്. വസ്തഗ്ഫിറുഹു, നീ പാപമോചനം ചെയ്യണം. പ്രവാചകൻ അങ്ങനെ ചിന്ത കടന്നു കൂടിയിട്ടല്ല, പക്ഷെ അവിടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് അവിടെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം അതാണ്. നമുക്ക് കിട്ടുന്ന നന്മകളെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മുടെ കഴിവ് കൊണ്ടായിരിക്കാം, അത് നമ്മളുടെ അറിവ് കൊണ്ടായിരിക്കാം, നമ്മുടെ വിജ്ഞാനം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ടായിരിക്കാം, നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ പിന്നിലൊക്കെ അള്ളാഹുവാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ഈ കഴിവുകളെല്ലാം തന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. പടച്ച തമ്പുരാനെ മറന്നുകൊണ്ടുള്ള നിഗളിപ്പ്, ഒരു സന്തോഷ പ്രകടനം, അതൊരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൈക്കോളജിസ്റ്റ് പറയുന്ന മറ്റൊരു കാര്യം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആളുകളെ ഇങ്ങനെ ഭരിക്കുക എന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും പറയുന്നു. മറിച്ച് ആളുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക എന്നുള്ളത്, ആ ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആളുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരോട് പെരുമാറാൻ. ഇതും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്.
എന്ന് പറഞ്ഞാൽ ആളുകൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിയാറുകളാണ്, ഒരു വ്യത്യാസമില്ല. പക്ഷെങ്കിലും ആളുകളുടെ അവസ്ഥകൾ വ്യത്യാസമുണ്ട്, അവരുടെ സ്ഥാനമാനങ്ങൾ വ്യത്യാസമുണ്ട്. ആ സ്ഥാനമാനങ്ങളും അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് വേണം ആളുകളോട് പെരുമാറാൻ. പ്രായാധിക്യമുള്ള ആളുകളോട് പെരുമാറുന്നത് പോലെ ആയിരിക്കരുത് കുട്ടികളോട് പെരുമാറുന്നത്. ഒരാൾക്കൊരു വാപ്പയുണ്ട്, ഒരു മോനുണ്ടെങ്കിൽ വാപ്പാനോട് പെരുമാറുന്നത് പോലെ ആയിരിക്കരുത് മോനോട് പെരുമാറുന്നത്. ആ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരാൾക്ക് ബഹുമാനവും ആദരവുമാണ് കൊടുക്കേണ്ടത്, മറ്റേന് കരുണയും കാരുണ്യവുമാണ് കൊടുക്കേണ്ടത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയുവഖിറ കബീറനാ വയാരിഫു ലിആലിമിന ഹഖഹു. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത്. ആര്? മൻ ലം യർഹം സഗീറനാ, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ. വയുവഖിറ കബീറനാ, മുതിർന്ന ആളുകളോട്, പ്രായം ചെന്ന ആളുകളോട് ബഹുമാനവും ആദരവും വെച്ച് പ്രകടിപ്പിക്കാത്തവർ. വയാരിഫ ലിആലിമിന ഹഖഹു, ഒരു പണ്ഡിതന് ആ പണ്ഡിതന്റെ ബഹുമാനവും അല്ലെങ്കിൽ ആ പണ്ഡിതന്റെ സ്ഥാനം, ഹക്ക്, അത് മനസ്സിലാക്കാതെ പെരുമാറുന്നവർ. ഇവരൊന്നും നമ്മിൽപ്പെട്ടവനല്ലാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആളുകളോട് പെരുമാറുമ്പോൾ അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിലായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. നേതാക്കന്മാരുടെ സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണം. അവർ പക്ഷേ മുസ്ലിം ആയിരിക്കണമെന്നില്ല. അമുസ്ലിം ആണെങ്കിലും അവരെ കാണുമ്പോൾ അവർക്കുള്ള ബഹുമാനവും ആദരവും വെച്ച് കൊടുക്കേണ്ടതുണ്ട്. കാരണം ആ നേതൃസ്ഥാനത്തേക്ക് അവർ എത്തിപ്പെട്ടു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്ക ഫതഹിന് വേണ്ടി വന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്ര സംഭവമാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാതെയാണ് മക്ക കീഴടക്കിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള വ്യക്തിത്വ വികാസമുള്ള ഒരു വ്യക്തി ലോകത്തുണ്ടായിരിക്കില്ല. കാരണം ഇത്രയ്ക്കും വൈകാരികമായിട്ടുള്ള അവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കുന്നത്. എന്നിട്ട് പോലും ഒരൊറ്റ രക്തച്ചൊരിച്ചിൽ പോലും അവിടെ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അവിടുന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽപ്പെട്ടത് എന്തായിരുന്നു എന്ന് അറിയുമോ? മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിൻ, മൻ അഗ്ലക അലൈഹി ബാബഹു ഫഹുവ ആമിൻ, വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്ന് അവിടെ വിളംബരം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അമ്ന് വേണോ, സുരക്ഷിതത്വം വേണോ, എങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യണം. ഞാനിവിടെ വന്നത് നിങ്ങളെ വെട്ടിപ്പിടിക്കാനോ നിങ്ങളെ കൊല്ലാനോ ഒന്നിനുമല്ല. ഇവിടെ ഇസ്ലാമിന്റെ ദഅവത്തുമായിട്ട് വന്നതാണ്. നിങ്ങൾക്കിവിടെ സമാധാനവും സുരക്ഷിതത്വം വേണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നെന്താ? അബൂ സുഫിയാന്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അഭയം പ്രാപിക്കണം. അതല്ലെങ്കിലോ മൻ അഗ്ലക അലൈഹി ബാബഹു, അവന്റെ വീട്ടിൽ കയറി വീട് അടച്ചിരിക്കണം, ആയുധങ്ങൾ എടുത്ത് പുറത്തു വരാൻ പാടില്ല. അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് നിങ്ങൾ അഭയം തേടണം. ഇതിൽ മസ്ജിദുൽ ഹറാമിൽ പോയി അഭയം തേടാന്ന് പറഞ്ഞാലും ഓരോരുത്തർ അവരുടെ വീട്ടിൽ ആയുധങ്ങളൊന്നും എടുക്കാതെ വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കാന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. എന്തേ അബൂ സുഫിയാന്റെ പേരോടെ പറഞ്ഞത്? മൻ ദഖല ദാറ അബാ സുഫിയാൻ ഫഹുവ ആമിൻ എന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ മുഅ്മിനാണ്, സത്യവിശ്വാസി എന്നല്ലല്ലോ. ആ സമയത്ത്, ആ സന്ദർഭത്തിൽ, മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം മുശ്രിക്കായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു പറയണം. അദ്ദേഹത്തിന്റെ മകൻ മുആവിയ, അദ്ദേഹം സഹാബിയാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും അവരുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാൻ തോന്നാറില്ല. അവർ ശരിയാണ്, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ധാരാളം ശത്രുത ഇസ്ലാമിനെതിരെ ചെയ്തിട്ടുണ്ട്, ബദറിലും മുഹദിലും എന്തൊക്കെയൊക്കെ. പക്ഷെ എല്ലാം അള്ളാഹു തല പുറത്തു കൊടുക്കും. ഇരിക്കുന്ന എന്നെക്കാളും നിങ്ങളെക്കാളും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദർജയുള്ളവരാണ് അബൂ സുഫിയാന്റെ മകൻ മുആവിയ. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ പേര് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അബൂ സുഫിയാൻ അവിടുത്തെ ചോദ്യം ചെയ്യാത്ത നേതാവായിരുന്നു. അദ്ദേഹം അവിടുത്തെ ഖുറൈശികളുടെ നേതാവായിരുന്ന സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ ആ നേതൃത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിക്കുകയാണ്, മാനിക്കുകയാണ്. നിങ്ങൾ അബൂ സുഫിയാന്റെ വീട്ടിലാണ് അഭയം പ്രാപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി തരുന്നതാണ്. ആളുകളുടെ സ്ഥാനവും മാനവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന്റെ ബഹുമാനം നമ്മൾ വെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ സ്വന്തം, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, സ്വന്തം വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള യോഗ്യതകൾ അതും മനസ്സിലാക്കണം. അതും ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം കുടുംബങ്ങളോടുള്ള ബാധ്യതകൾ, അങ്ങനെ മുതിർന്നവരോടും താഴ്ന്നവരോടും
അതുപോലെ പണ്ഡിതന്മാരോടും നേതാക്കന്മാരോടൊക്കെ കാണിക്കേണ്ട മര്യാദകളും അല്ലെങ്കിൽ അവരോട് പുലർത്തേണ്ട സ്വഭാവ ഗുണങ്ങളും അത് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പറയുന്നു. അതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നലി നഫ്സിക അലൈക ഹഖൻ. ഇത് പറയുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊനോടാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് പറയും. എന്താണെന്നറിയോ കംപ്ലൈന്റ് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നു. ഇതാണ് ഇബാദത്ത് കൂടുതലായിട്ട് ചെയ്യുന്നു എന്നുള്ളത് കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. പകൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നു എന്ന് ഒരു യുവതിയായിട്ടുള്ള ഒരു ഭാര്യ പ്രവാചക സ്വലാസിന് അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് റസൂൽ മനസ്സിലാക്കി. കാരണം ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് എനിക്കെന്താ കാര്യം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊനെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നലി നഫ്സിക അലൈക ഹഖൻ. നിന്റെ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനോട് ഒരു ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. വൈന്നലി സൗജിക അലൈക ഹഖൻ. നിന്റെ ഇണയുണ്ടല്ലോ, ആ ഇണക്കൊരു ഹക്കുണ്ട്, ഒരു ബാധ്യതയുണ്ട്. വൈന്നല സൗരിക അലൈക ഹഖൻ. നിന്റെ വീട്ടിലേക്ക് വിരുന്നു വരുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളോട് നിനക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ കുറെ ഹക്കുകൾ എടുത്തു പറഞ്ഞു. വൈന്നലി ജാരിക അലൈക ഹഖൻ. നിന്റെ അയൽവാസികളുണ്ടല്ലോ, അവർക്ക് നിനക്ക് ബാധ്യതയുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് പറഞ്ഞു, ഫാഅതി കുല്ലദി ഹഖിൻ ഹഖഹു. ആ ഹക്കുകളെല്ലാം നീ നിറവേറ്റേണ്ടതുണ്ട്, എങ്കിൽ മാത്രമാണ് നീ ഒരു സത്യവിശ്വാസിയാവുകയുള്ളൂ. അപ്പൊ ഇതാണ് ഒരു മുസ്ലിം. കേവലം പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുക, രാത്രി മുഴുവൻ നമസ്കരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് കൂടാതെ പല ഹക്കുകളും അവരിലുണ്ട്. ആ ഹക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറേണ്ടതുണ്ട്, അത് നിറവേറ്റേണ്ടതുണ്ട്, എങ്കിൽ മാത്രമാണ് ഒരു പൂർണ്ണ മുസ്ലിമായിട്ട് നീ മാറുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ അവസാനമായി 5ാമത്തെ ക്വാളിറ്റി ആയിട്ട് ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ എപ്പോഴും ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കണമെന്ന്. ഒരിക്കലും തന്നെ നിരാശപ്പെടാൻ പാടില്ല. എത്രമാത്രം പ്രയാസമായിട്ടുള്ള ചുറ്റുപാടാണ് അവന്റെ മുന്നിലുള്ളതെങ്കിലും അവിടെയൊക്കെ ഒരു ശുഭപ്രതീക്ഷയുടെ ഒരു വഴി കാണേണ്ടതുണ്ട്. അതൊരു മനുഷ്യൻ ഈ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ ഉള്ള ക്വാളിറ്റികളിൽപ്പെട്ട അടിസ്ഥാന ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണത്തിൽപ്പെട്ടതാണ്. അതിന് അവർ പറയുന്നൊരു ഉദാഹരണമുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ഒരു പെസിമിസ്റ്റ് ആയിട്ടുള്ള ഒരാളും ഒരു ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആളും എന്ന് പറഞ്ഞാൽ ഒരു നൈരാശ്യം പിടിപെട്ട ഒരാളും അതുപോലെ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഗ്ലാസ് വെള്ളം, അതിൽ ഒരു ഗ്ലാസിന്റെ പകുതി വെള്ളം അത് കാണുമ്പോഴുള്ള പ്രതികരണമായിട്ട് അവർ പറയുന്നുണ്ട്. ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാള് പുഞ്ചിരിച്ചുകൊണ്ടാവും ആ ഗ്ലാസിലെ വെള്ളത്തെ സമീപിക്കുക. ഇതിൽ പകുതി വെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായി. നിരാശയുള്ള മനുഷ്യൻ കാണുമ്പോ മുഖം ചുളിച്ചിട്ടായിരിക്കും, ഇതിന്റെ പകുതി വെള്ളം ആരെ കുടിച്ചെടുത്തത്, അങ്ങനെയായിരിക്കും അതിനുള്ള പ്രതികരണം. അപ്പോ എന്ന് പറഞ്ഞാൽ അവരുടെ ഉദാഹരണം കാണിക്കുകയാണ്. ഏതൊരു ഘട്ടത്തിലും പ്രതീക്ഷയോട് കൂടിയിട്ട് വേണം അതിനെ സമീപിക്കാൻ. ഒരിക്കലും തന്നെ നിരാശ പിടിപെടാൻ പാടില്ല. സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. നീണ്ട 23 വർഷക്കാലത്തോളം ദൈവത്തിന്റെ കാലഘട്ടം അതായിരുന്നല്ലോ. ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇതിലൊന്നിലും തന്നെ നിരാശയുടെ ലാഞ്ചന പോലും പ്രവാചകന്റെ മുഖത്ത് ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചില്ലായിരുന്നു. ഒരു രോഗിയെ കാണുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, നമുക്കറിയുന്നത്. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മൾ പറയേണ്ടത്. റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. ഒരു പനി പിടിച്ച ഒരാൾ ജലദോഷം പിടിച്ച് ജോലിയായിട്ട് കിടക്കാണ്, നമ്മളത് കാണുമ്പോൾ പറയേണ്ട പ്രാർത്ഥന തന്നെ, ലാ ബഅസ തഹൂറുൻ ഇൻഷാ. സാരം കേട്ടോ, ലാ ബഅസ എന്ന് പറഞ്ഞാൽ തഹൂറാണ്, അത് ശുദ്ധിയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. അതിന് പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. തഹൂർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്കുള്ള ശുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു അള്ളാഹുവിൽ നിന്നുള്ള ടെസ്റ്റാണല്ലോ, ഒരു പരീക്ഷണമാണ്. അപ്പൊ അത് പാപങ്ങൾ അതുകൊണ്ട് കഴുകിക്കളയും. ഇന്ന് ആധുനിക സയൻസ് പറഞ്ഞതല്ല, അത് ശുദ്ധീകരണം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ രോഗം എന്ന് പറഞ്ഞാൽ തന്നെ, പനി എന്നൊക്കെ പറഞ്ഞാൽ അത് ധാരാളം വൈറസുകളെ മനുഷ്യനിൽ നിന്ന് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താവട്ടെ, നമ്മളൊരു പ്രതീക്ഷയ്ക്കുള്ള വക കൊടുക്കുകയാണ് അവിടെ. ഇതൊക്കെ ശുദ്ധിയാണ്, ഒന്നും ഭയപ്പെടാനില്ല. ആ രീതിയിലായിരിക്കണം നമ്മൾ സമീപിക്കേണ്ടത്. ആ പ്രാർത്ഥനയാണ് ഒന്ന് പഠിപ്പിക്കുന്നത്. ആയിഷ ബീവി പറയണം, ഒരിക്കൽ
ഞങ്ങളുടെ വീട്ടിലൊരു ആടിനെ കൊണ്ടുവന്നു, ചില അറുത്ത ആടിനെ. റസൂലിന്റെ ഭാര്യയാണ് ആയിഷ ബി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ ആളുകൾ വന്നു. നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ, പട്ടിണി കൊലങ്ങളാണ്, പാവങ്ങളാണ്. അവരോരോരുത്തർ വന്നപ്പോൾ റസൂൽ എടുത്തു കൊടുത്തു. ഇങ്ങനെ ആടിന്റെ കൈ, കാല്, മറ്റത് അതൊക്കെ ഇങ്ങനെ സദക്കയായിട്ട് ധർമ്മമായിട്ട് കൊടുത്തു. കൊടുത്ത ആളുകളൊക്കെ പിരിഞ്ഞു പോയി. റസൂൽ ആയിഷയോട് ചോദിച്ചു, എന്തെങ്കിലും ബാക്കിയുണ്ടോ ചോദിച്ചു. അപ്പോ ആയിഷ ബി പറഞ്ഞു, ലം യബ്ക ഇല്ല കത്ഫഹ, അതിന്റെ ഒരു കുറുകല്ലാത്ത എല്ലാം കൊണ്ടുപോയി പറഞ്ഞു. ഒരു കുറുക് മാത്രമേ ബാക്കിയുള്ളൂ, മറ്റുള്ളൊക്കെ ആൾക്കാർ കൊണ്ടുപോയി പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി ആയിഷ ബീവിയെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞതെന്നറിയോ? ബഖിയ കുല്ലുഹ ഇല്ല കത്ഫഹ, എല്ലാം ബാക്കിയായി കത്ഫ് ഒഴികെ, എല്ലാം ബാക്കിയായി കുറുകൊഴികെ. കാരണം എന്താ, കുറുക് നമ്മൾ തിന്നാൻ പോവാണ്. അപ്പൊ അതാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. നമ്മൾ കൊടുത്തൊക്കെ ബാക്കിയാണ്. ഇവിടെ ബാക്കിയാത്ത സ്വാലിഹാത്തു എന്താപ്പിക്ക, അള്ളാഹിന്റെ അടുക്കൽ അത് സ്വാലിഹായിട്ടുള്ള കർമ്മമായിട്ട് ബാക്കിയായി നിലനിൽക്കുന്നുണ്ട്. കാരണം സദക്കയാണല്ലോ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇത് നമ്മൾ തിന്ന് നമ്മൾ പിന്നെ വേസ്റ്റ് ആയിട്ട് കളയും. അപ്പൊ അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആയിഷ ബിയെ സമാധാനിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി കാണുമ്പോൾ, ഒരു പ്രശ്നം പറയുമ്പോൾ അതിൽ ഒരു പ്രതീക്ഷയുടെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ കഴിയുന്നൊരവസ്ഥ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള വിജയത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതായിരുന്നു, ഇന്ന് ആധുനിക ശാസ്ത്രം ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം വളരെ ശക്തമായ രീതിയിൽ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. നമ്മൾ പറഞ്ഞു, ഈ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഇവിടെ വിജയിയാക്കി മാറ്റുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇവിടെ ഖലീഫയാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു മനുഷ്യന് പ്രത്യേകതകളും യോഗ്യതകളും നൽകുകയും കഴിവുകൾ നൽകുകയും, അപ്പൊ ആ യോഗ്യതകളും കഴിവുകളും വേണ്ട വിധത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ ലോകത്തിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ വരണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളാണ് ഈ പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്ന് ഏറ്റവും പിന്നോക്ക അവസ്ഥയിൽ നിലനിൽക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അത് ഏതൊരു നാട്ടിലെടുത്താലും അങ്ങനെയാണ് അവരുടെ അവസ്ഥ. അപ്പൊ നമ്മുടെ അവിടെ ഇവിടെ ഒന്നും പോട്ടെ, നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ അവസ്ഥ തന്നെ എടുക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, നമ്മുടെ രാജ്യമൊക്കെ ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ വ്യവസ്ഥ ഉള്ളതാണ്, അതൊരു സെക്യുലർ രാഷ്ട്രമാണ്. ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന നിലക്ക്, ഒരു പിന്നോക്ക വിഭാഗം എന്ന നിലക്ക് നമുക്ക് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കോട്ട പോലുമുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ, നമ്മൾ കേവലം രാഷ്ട്രീയ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറ്റുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ പ്രാതിനിധ്യം വളരെ ചുരുക്കമാണ്. നമ്മളല്ലാത്ത മറ്റുള്ള മൈനോറിറ്റിനെ എടുക്കുക, അപ്പൊ സിഖ് ആവട്ടെ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ, അതൊക്കെ മൈനോറിറ്റികളാണല്ലോ, അവരുടെയൊക്കെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന തത്വങ്ങളൊക്കെ പഠിപ്പിക്കപ്പെട്ട നാം വളരെ പുറകോട്ടടിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം ആവശ്യമാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന ജനറേഷനിലേക്ക് ഈ പറയുന്ന ഇൻസ്പിറേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ കേവലം ഒരു പരലോക ചിന്തയുമായിട്ട് നടക്കേണ്ട മതമല്ല, ഒരു സന്യാസ ജീവിതത്തിലൂടെ പോകേണ്ടതല്ല. നേരെ മറിച്ച് നമ്മളാണ് ഈ ലോകത്തിന്റെ ഖലീഫ എന്നുള്ളത് പരിചയപ്പെടുത്തിയത്. ആ ഖിലാഫത്ത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും ദീനിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാനും അതനുസരിച്ച് ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ ളഅന അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വ സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.